വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അമ്പാൾ പ്രദേശത്തു നിന്നും ഈ വർഷം വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെയും PSC നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി അമ്പാൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. അമ്പാൾ പ്രദേശത്തു നിന്നും ഈ വർഷം SSLC +2 വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾ എന്നിവയിൽ വിജയികളായവരെയും ഈ വർഷം PSC നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി അമ്പാൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എക്സൽ ഇന്ത്യ 25 എന്ന പേരിൽ അനുമോദന സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. അമ്പാൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പരിപാടി നടന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള പുരസ്കാര ജേതാവായ സുഭദ്ര ടീച്ചർക്ക് ജന്മനാടിന്റെ ആദരവും സമ്മേളനത്തിൽ വച്ച് നൽകി. വിവിധ പരീക്ഷകളിൽ വിജയികളായ 50-ലധികം വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി. സത്യസന്ധമായ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് മാതൃകയായ സമീപവാസികളായ 2 വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സമ്മേളനം കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ PM ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരെ ആദ്യം എന്നോട് ദേഷ്യപ്പെടരുതോ, പറയുന്നത് കേട്ടിട്ട് എന്താ പ്രത്യേകത? പ്രണയമുണ്ടാകുന്ന പ്രായം. ഇതൊക്കെ മോശമായ കാര്യമാണോ? ഒരിക്കലുമില്ല, ഒരിക്കലല്ല. പ്രണയം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഈ പ്രായത്തില് ഒരു 10-15 വയസ്സൊക്കെ ആവുമ്പോൾ അതിനുള്ളിലേക്ക് എത്തുമ്പോ ഒക്കെ തലച്ചോറിനകത്ത് ചില പ്രത്യേക കെമിക്കൽസ് ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടും. ഓക്സിറ്റോസിൻ എന്നും വാസോപ്രസിൻ എന്നൊക്കെ പറഞ്ഞ് ചില ഹോർമോൺസ് ഒക്കെ ഉത്പാദിക്കപ്പെടുന്ന പ്രകൃതിയുടെ നിയമമാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. അത് പരസ്യം പറയാതിരുന്നൊരു കാര്യമില്ല. എന്റെ മോളോട് ഞാൻ പറയാറുണ്ട്, പ്രണയം ഉണ്ടാവും, ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ കോളേജിലേക്ക് വരുമ്പോഴോ ആ സ്കൂൾ വിടുന്ന സമയത്ത് ചിലപ്പോ ചില ആൾക്കാർ ചില പ്രത്യേക തരം ബൈക്കിലേക്ക് ഇങ്ങനെ കിടന്നു ഓടിക്കുന്ന ബൈക്കൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വന്നിട്ട് നമ്മളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയാണ്, നമ്മളോട് ഹായ് എന്ന് പറഞ്ഞ് തിരിച്ച് നമുക്ക് അങ്ങനെ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞ് തിരിച്ചങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ആ നല്ല മനസ്സ്, നമ്മുടെ ആ കോഗ്നിറ്റീവ് ബ്രെയിൻ പറയുകയെ വേണ്ട. അങ്ങനെ പലരും നമ്മുടെ ചുറ്റിലുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരോടും പ്രതികരിക്കുന്നു വേണ്ട. നമുക്ക് നമ്മുടെ വഴിയിലൂടെ നീങ്ങാം എന്ന് പറയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തേ പോകും. പിറ്റേ ദിവസം വരും. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ നാസർ ഇരുമ്പിളിയം മുഖ്യാതിഥിയായി പങ്കെടുത്തു. എക്സൈസ് ഓഫീസറും പ്രമുഖ മോട്ടിവേഷൻ പ്രഭാഷകനുമായ ഗണേശൻ K ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ വാർഡ് മെമ്പർ N ഖദീജ, ജയപ്രകാശൻ P, S കുമാർ, ധനേഷ് K, ജയദേവൻ KP, V മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.